ഇന്നലെ നമ്മുടെ കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദി കൊടുത്ത ഒരു വാണിംഗ് എന്ന് പറയുന്നത്, അത് മറ്റ് ചില കാര്യങ്ങളുമായിട്ട് കൂട്ടി യോജിക്കുമ്പോൾ ഒരു വലിയ പിക്ചറിലേക്കാണ് നമ്മളത് കൊണ്ടുപോകുന്നത്. അതായത് ഇന്ത്യ വളരെ കാലമായി പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യം നടക്കാൻ പോവുകയാണ് എന്നുള്ളതിനൊരു മുന്നോടിയാണ്, അതിനൊരു ഒരു വെള്ളക്കൊടിയാണ് ഇന്നലെ നമ്മുടെ കരസേന മേധാവി പറഞ്ഞതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഒരു യുദ്ധം ഏത് സമയം ഉണ്ടാകാം, അതിനുവേണ്ടി നമ്മളെല്ലാവരും, അതായത് ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് മാത്രമല്ല, നമ്മൾ ഓരോ പൗരന്മാരും തയ്യാറായിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം പറയുന്നത് INS തലാൽ, നമ്മൾ ഇവിടെ വാർത്തകൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് INS തലാൽ തിരിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈനിക സന്നാഹങ്ങൾ ഗുജറാത്തിൻ്റെ ഭാഗങ്ങളിൽ ഒരുങ്ങുന്നുണ്ട്. ബോർഡറുകളിലെല്ലാം തന്നെ നമ്മളിപ്പോൾ ഈ സിലിഗുരി കോറിഡോറിൽ അവിടെ സൈനിക കേന്ദ്രങ്ങൾ, അവിടെ സൈനിക നീക്കം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ബോർഡറുകളെല്ലാം തന്നെ ഒരു 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 മുന്നൊരുക്കം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തോ ഒരു വലിയൊരു കാര്യത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഈ ഒരു ആണവ കരാർ, ആണവ ബോംബ് ശക്തിയാണ് നമ്മളെന്ന് ഓർക്കണമെന്ന് നമ്മുടെ മുനീറിക്ക, പാകിസ്ഥാൻ്റെ അസീം മുനീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ലോകത്തിൻ്റെ പകുതി നശിപ്പിച്ചിട്ടേ പോവുള്ളൂ എന്നുള്ളത്. അതിൽ എന്തായാലും ഇന്ത്യ അവൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നതിന് ശേഷം ആണ് ഈ ഒരു നമ്മുടെ മേധാവിയുടെ ഇത് വന്നിരിക്കുന്നത്, ഈ ഒരു പ്രസ്താവന വന്നിരിക്കുന്ന യുദ്ധം ഏത് നിമിഷം ഉണ്ടാവും, അതൊരു ഒരു രാജ്യം ഈ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാവും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടു ചെന്നെത്തിക്കുന്നത് അനിവാര്യമായിട്ടുള്ള ആ ഒരു വലിയ മഹായുദ്ധത്തിലേക്കാണോ എന്നുള്ളതിൻ്റെ ഒരു സംശയമാണ്. സാറിന് അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം സാറിന് തോന്നുന്നുണ്ടോ? ഇന്ത്യ മഹാരാജ്യം ഒരു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളാരും ശ്രദ്ധിച്ചു കാണത്തില്ല, കഴിഞ്ഞ സെപ്റ്റംബർ 22 മുതൽ സംസ്ഥാനത്തുടനീളം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബോർഡർ സംസ്ഥാനത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ വളരെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അറിയിപ്പ് അനുസരിച്ച് ഈ സിലിഗുരി കോറിഡോറും കാശ്മീരിൽ വനത്തിൽ ഉൾപ്പെടെ വളരെ വലിയ സൈനിക വിന്യാസം നടത്തിയിട്ടുണ്ട്. അതായത് ബോർഡറുകളിൽ സജ്ജമാക്കിയിരുന്ന സിന്ദൂർ ഉപയോഗിച്ച ആ സൈനിക വിന്യാസം യാതൊരു കാരണവശാലും ബോർഡറിൽ നിന്ന് പിൻവലിക്കാതെ കൂടുതൽ സൈന്യങ്ങളെ വിന്യസിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾക്ക് നമ്മുടെ സിന്ദൂർ 4 ദിവസത്തെ യുദ്ധത്തിന് ശേഷം നമ്മൾ ഈ പറയുന്ന വെടിനിർത്തൽ ആവശ്യപ്പെട്ട് നിർത്തിയതിന് ശേഷം അന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതാണ് സിന്ദൂർ നിർത്തിയിട്ടില്ല. സിന്ദൂർ താൽക്കാലികമായിട്ട് വെടിനിർത്തലാണ്. ഇതിന്റെ അല്ലെങ്കിൽ ഇത് തുടർച്ചയായിരിക്കും. ഇനിയൊരു തിരിച്ചടി ഏത് സമയത്തുണ്ടായാലും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പാകിസ്ഥാനെ തിരിച്ചടിക്കും. ആണവായുധം കാണിച്ച്, ആണവ ഭീഷണിയൊന്നും കാണിച്ച് ഇന്ത്യയെ പേടിപ്പെടുത്തേണ്ട. ഇനി ഒരു യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടി അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ പാകിസ്ഥാൻ ഇല്ലാതെയാകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ ചർച്ചയ്ക്കകത്ത് നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം വ്യോമസേന മേധാവി ഒരു പ്രസ്താവന നടത്തി, അത് വലിയ ചർച്ചയായി. അതായത് നമ്മൾ ഇതുവരെ പറയാത്ത കാര്യങ്ങൾ, നമ്മളുടെ 5-6 വിമാനങ്ങൾ തകർത്തു, 5 യുദ്ധവിമാനങ്ങൾ, ഒരു നിരീക്ഷണ വിമാനം. ഇത് വ്യോമസേനയുടെ ക്രെഡിറ്റ് ആണ്, അല്ലെങ്കിൽ അവിടെ പാകിസ്ഥാനിൽ പറ്റിയ നാശനഷ്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയത് വ്യോമസേനാ മേധാവിക്ക് ഇതുവരെ പറയാൻ പറ്റാത്തതും, ഇതിനു മുമ്പ് നമ്മൾ പലവട്ടം സിന്ധുവിനെ പറ്റി പറഞ്ഞപ്പോൾ പറയാൻ പറ്റാഞ്ഞതുമായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ മറച്ചു വെച്ചിരുന്ന കാര്യമല്ലല്ലോ. പ്രധാനമന്ത്രി ഉൾപ്പെടെ നമ്മൾ ഈ വിമാനങ്ങളുടെ എണ്ണവും അല്ലെങ്കിൽ തകർത്തതിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇപ്പൊ പറഞ്ഞതിനകത്ത് ഈ വാർത്ത ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുക്കുമെന്നറിയാം, ദേശീയ മാധ്യമങ്ങൾക്ക് പുതിയൊരു വാർത്തയാണെന്നറിയാം, പാകിസ്ഥാനിൽ ഈ വാർത്ത ചെല്ലുമെന്നറിയാം, പാകിസ്ഥാൻ ഇന്ന് പ്രതികരിക്കുമെന്നറിയാം. ആ പ്രതികരണം വന്നു കഴിഞ്ഞല്ലോ. പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നിന്ന് തന്നെ പ്രതികരണം വന്നു. ഞങ്ങളുടെ ഒന്നും തകർന്നിട്ടില്ല, മുനീർ പറഞ്ഞു. മുനീർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പാകിസ്ഥാനിൽ നിന്നല്ല, ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം മുനീർ പറഞ്ഞത് അമേരിക്കൻ മണ്ണിൽ നിന്നാണ്, ട്രംപിന്റെ മണ്ണിൽ നിന്നാണ്. അതായത് ലോകത്തുടനീളം ഈ പറയുന്നത് പോലെ ഇറാനെ ഉൾപ്പെടെ ആക്രമിക്കുന്നതിന് കാരണം കണ്ടെത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞ് ഇസ്രായേലിന് ഫണ്ട് കൊടുക്കുകയും, അല്ലെങ്കിൽ ലോകത്തുടനീളം ഈ രീതിയിൽ ആക്രമണം നടത്തുകയും, അല്ലെങ്കിൽ ലോകത്തുടനീളമുള്ള ടെററിസ്റ്റുകളെ ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞ് യുദ്ധം പ്രഖ്യാപിക്കുകയും പല രാജ്യങ്ങളെയും നശിപ്പിക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന അമേരിക്കയുടെ മണ്ണിൽ ചെന്ന്
ലോകം മൊത്തവും ഈ പറയുന്ന ടെററിസ്റ്റുകളെ അടവച്ച് വിരിയിക്കുന്നു എന്ന് പറയുന്ന പാകിസ്ഥാന്റെ സൈനിക മേധാവി അവിടെ ചെന്ന് അവിടെ നിന്ന് യുദ്ധപ്രഖ്യാപനം നടത്തുന്നു. ഒരുപക്ഷെ അദ്ദേഹം അവിടെ നടത്തിയ വ്യവസായികളുടെ ഒരു മീറ്റിനകത്ത് 120ഓളം വരുന്ന ഈ പറയുന്ന വിദേശ വ്യവസായികൾ അവരുടെ മീറ്റിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ വെളിയിൽ വരുമ്പോൾ വളരെ വലിയ കാര്യങ്ങളാണ്. രഹസ്യമായിട്ട് പറഞ്ഞതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ മൊബൈൽ ഫോണോ സാറ്റലൈറ്റ് ഫോണോ മറ്റോ ഒക്കെ മാറ്റി നിർത്തി പറഞ്ഞതാണെങ്കിൽ പോലും അതിനകത്തുനിന്ന് വെളിയിൽ വന്നപ്പോൾ കേട്ട കാര്യങ്ങൾ നമ്മളുടെ ഡാമുകൾ തകർക്കും. വേറെ കാര്യം നിങ്ങൾ കേട്ടായിരുന്നോ? ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് വരുന്ന വാർത്ത, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന ഗുജറാത്തിലെ റിലയൻസ് അല്ലെങ്കിൽ അംബാനിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ സംഭരണ കേന്ദ്രമായിട്ടുള്ള സംഭരണ കേന്ദ്രം നമ്മളുടെ ലക്ഷ്യമാണ്. അതായത് ആ വ്യവസായ സംരംഭം നശിപ്പിച്ചാൽ ഇന്ത്യ സാമ്പത്തികമായിട്ട് തകർക്കാൻ സാധിക്കും. അതിനകത്ത് വേറൊരു വലിയ കാര്യം കൂടെ ഉണ്ട്. റഷ്യയിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ അവിടെ വരുന്നത്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് ആ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് ലോകത്തുടനീളം ബിസിനസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാന്റ് ആണ്. ആ പ്ലാന്റ് തകർക്കണമെന്ന് പറയുമ്പോൾ അതിനകത്ത് പാകിസ്ഥാന് ഉള്ള താല്പര്യം പോലെ റഷ്യൻ ക്രൂഡ് ഓയിൽ വന്ന് റഷ്യയിൽ ഇവിടെ വന്ന് സമ്പുഷ്ടീകരിച്ച് ഒരുപക്ഷെ ലോകത്തേക്ക് പോകുമ്പോൾ റഷ്യക്കെതിരെയും കൂടെ ഉള്ള ഒരു പകർച്ചയാണ്. അപ്പം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ അമേരിക്കൻ മണ്ണിൽ നിന്ന് പറഞ്ഞതിനകത്ത് ഒരർത്ഥമുണ്ട്. നമ്മൾ സംശയിച്ച കാര്യം കൃത്യമാണ്. അതായത് അടുത്ത ഒരു തിരിച്ചടിക്ക് ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാന് വേണ്ട സപ്പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു. പലവട്ടം ഇപ്പം താരിഫിന്റെ വിഷയം കണ്ടില്ലേ? 30% താരിഫ് ചൈന ഏറ്റവും വലിയ ശത്രുവാന്ന് പറയുമ്പോൾ 50% ഇന്ത്യക്ക്. അതായത് ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ പൂർണ്ണമായിട്ടും അമേരിക്കക്ക് തകർത്തേ മതിയാവത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ഇപ്പൊ ഏഷ്യയിൽ കാണുന്നത് ഈ പറയുന്ന ട്രംപ് ഇന്ത്യയാണ്. കാരണം എക്കണോമിക്കൽ ഗ്രോത്തും ഈ പറയുന്ന മറ്റ് പല സൈനിക സംവിധാനത്തിൽ ഇന്ത്യയുടെ ഉയർച്ചയും അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനത്തിനകത്ത് ഇന്ത്യ ലോകത്തെ കവച്ചു വെക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തകർത്തു എന്ന് നമ്മൾ പറഞ്ഞ വിമാനങ്ങളുടെ എണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം മാത്രം ചൈനയുടെ, ബാക്കി മൊത്തവും ഒരുപക്ഷെ J-16 ആകുമ്പോൾ ആ രീതിയിൽ അമേരിക്കൻ വിമാനങ്ങളെ പോലും നിസ്സാരമായിട്ട് തകർക്കാൻ പറ്റുന്ന സൈനിക സംവിധാനവും പ്രതിരോധ സംവിധാനവും അമേരിക്കയ്ക്ക് തടയിടാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യയുടെ വളർച്ചയും അതിന് പാകിസ്ഥാനെ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഇനിയൊരു അടി, അല്ലെങ്കിൽ ഈ പറയുന്ന സിലിഗുരി കോറിഡോറിൽ, കാശ്മീരിൽ ഈ അല്ലെങ്കിൽ ഒരു പൂർണ്ണ യുദ്ധം ഇന്ത്യയിലേക്ക് അതിന് തയ്യാറെടുക്കും അല്ലെങ്കിൽ തകർക്കും എന്ന് പറയുന്ന ഇതിന്റെ പുറകിലുള്ള ചേതോ വികാരവും അല്ലെങ്കിൽ പുറകിലുള്ള ശക്തിയും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നു. പാകിസ്ഥാൻ മാത്രമല്ല ഇതിന്റെ പുറകിൽ അമേരിക്കയുണ്ട്. അതാണ് അമേരിക്കൻ മണ്ണിൽ വെച്ച് ഇത്തരത്തിലുള്ള പ്രസ്താവന ഇറക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഗുജറാത്തിൽ ഈ പറയുന്ന സെപ്റ്റംബർ 11, 12 ദിവസങ്ങളിൽ നമ്മൾക്കിത് മനസ്സിലായി, നമ്മളിത് നേരത്തെ മനസ്സിലാക്കി, അത് വെളിയിൽ വരുന്നതിന് വേണ്ടിയാണോ നമ്മുടെ പ്രസ്താവന. ഇന്നലെ വിജയ് പറഞ്ഞതുപോലെ നമ്മുടെ കരസേനാ മേധാവി പറഞ്ഞ ഒരു കാര്യമുണ്ട്. കരസേനാ മേധാവി പറഞ്ഞു, യുദ്ധമുണ്ടാകും, ഉടനെ ഉണ്ടാകും, ഒരു വലിയ യുദ്ധമായിരിക്കും. നേരത്തെ പോലെ നമ്മൾക്ക് നഷ്ടം വരാത്ത ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. നമ്മളുടെ രാജ്യത്തെ പട്ടാളക്കാരുടെ കൂടെ ഈ രാജ്യവും യുദ്ധം ചെയ്യേണ്ടി വരും. ഒരേ മനസ്സോടുകൂടി ജനം നിൽക്കേണ്ടി വരും. നമ്മുടെ നാശനഷ്ടങ്ങൾ ഒരു വിജയത്തിനാണെന്ന് കരുതേണ്ടി വരും. പക്ഷേ ആ യുദ്ധത്തിന് ശേഷം ലോകത്തിന്റെ രാജ്യങ്ങളുടെ എണ്ണം എടുക്കുമ്പോൾ അത് ഇപ്പം എടുത്ത 195 നിന്ന് ഒന്ന് കുറവായിരിക്കും. അതായത് പാകിസ്ഥാൻ ഈ ലോക ഭൂപടത്തിൽ ഉണ്ടാകത്തില്ല എന്ന് തീരുമാനിച്ചുള്ള ഒരു യുദ്ധമാണ്. അതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ സിന്ധൂരിന് ശേഷം പ്രധാനമന്ത്രി കരസേന, നാവികസേനയും വ്യോമസേന മേധാവികളുടെ അടുത്ത് പോയപ്പോൾ നമ്മുടെ നേവി ഇതിനകത്ത് ഇടപെട്ടില്ല. നേവി അന്ന് പത്രസമ്മേളനം വിളിച്ചപ്പോൾ നേവിയുടെ തലവന് വലിയൊരു സങ്കടമായിരുന്നു. പുള്ളിക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. കരസേന നാവികസേനയും കൂടെ ആണല്ലോ അടിച്ചു ഇവന്മാരെ നേവിക്ക് അല്ലെങ്കിൽ ഇടപെടേണ്ടി വന്നില്ല, അല്ലെങ്കിൽ ഇടപെടുത്തിയിട്ടില്ല. ഇപ്രാവശ്യം പ്രധാനമന്ത്രി നേരിട്ട് പറഞ്ഞ നിങ്ങൾക്ക് അല്പം വിഷമമൊക്കെ ഉണ്ട്, ചില ആൾക്കാർക്ക് നമുക്ക് തിരിച്ചടി കൊടുക്കുന്നതിനകത്ത് പങ്കെടുക്കുക, അടുത്ത പ്രാവശ്യം നമ്മൾക്ക് അത് ആ ഒരു വിഷമം ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകത്തില്ല, നിങ്ങൾക്കും ആ വിഷമം തീർക്കാനുള്ള അവസരം തരും. അപ്പൊ സിന്ധൂരിന് പ്രധാനമന്ത്രി അന്ന് അവരുടെ അടുത്ത് പറഞ്ഞതിനകത്തും പ്രധാനമന്ത്രിക്കും അറിയാം ഇത് ഇവിടം കൊണ്ട് തീരുന്ന ഒരവസ്ഥയില്ല, ഇത് തുടർച്ച ഉണ്ടാകും. ആ തുടർച്ച ഉണ്ടായാലുള്ള ആ അനുഭവിക്കേണ്ട പ്രത്യാഘാതവും പരിണിത ഫലവും ഒക്കെ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന അന്ന് തന്നെ തിരിച്ച് സിന്ധൂർ എന്താണ് സംഭവിച്ചതെന്ന് വിവരിക്കുന്നതിന് പ്രധാനമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ നീക്കങ്ങൾ ഒരു പക്ഷേ നമ്മൾ പറഞ്ഞു വിമാനങ്ങൾ തകർത്തെന്ന് വ്യോമസേന മേധാവി പറഞ്ഞതിന് ശേഷം
മുനീറിന്റെ മറുപടിയും ആ മറുപടി ഉണ്ടാകുമോ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇതിനകത്തുള്ള റിഫ്ലക്ഷൻ എത്തരത്തിൽ വരും എന്നുള്ളത് നോക്കുന്നതിനുപരി പാകിസ്ഥാൻ ഇപ്പോൾ US ബന്ധപ്പെട്ട് നടത്തുന്ന നീക്കം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊരു വെല്ലുവിളി. ഈ കരസേനാ മേധാവിക്ക് മുമ്പ് വ്യോമസേനാ മേധാവി ഒരു വെല്ലുവിളി തന്നെയാണ് നടത്തിയത്. ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, നിനക്ക് ചൊറിയാങ്കിൽ ചൊറിയാൻ ഉള്ള രീതിയിലുള്ള ഒരു വെല്ലുവിളി. ആ പറച്ചിലിന് ശേഷം പാകിസ്ഥാൻ അകത്തുണ്ടാക്കിയ പ്രശ്നവും മുനീർ ഈ പറഞ്ഞതും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു യുദ്ധം അത് എത്ര ദിവസം എടുക്കും, നമ്മൾ ഈ പറയുമ്പോൾ ചില ആൾക്കാർ വന്ന് കീഴി വന്ന് പിന്നെ ഇയാൾ ആ യുദ്ധം തീരുമാനിക്കും, എത്ര ദിവസം എടുക്കും, എപ്പോഴായിരിക്കും എന്നതിനെ പറ്റി മാത്രമേ നമ്മൾക്ക് തർക്കമുള്ളൂ. ഏതായാലും നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു. അത് ഗുജറാത്തിൽ ഒരുങ്ങി, കാശ്മീരിൽ ഒരുങ്ങി, ഇന്ത്യയുടെ ബോർഡറിൽ മൊത്തം ഒരുങ്ങി. ബ്രഹ്മോസ് കൂടുതലായിട്ട് നാവികസേന മേടിക്കുന്നു. നാവികസേനയിലെ INS കമാൽ റഷ്യയിൽ നിന്ന് തിരിച്ചെത്തുന്നു. നാവികസേന സൈനിക വിന്യാസം എല്ലായിടത്തും നടത്തുന്നു. അതിന് സമാനമായിട്ട് ഈ യുദ്ധാഭ്യാസങ്ങൾ പാകിസ്ഥാനും നോട്ട് ഓൺ കൊടുത്തിട്ട് നടത്തുന്ന രീതിയിലേക്ക് നമുക്ക് വാർത്തകൾ വരുന്നു. ഏതായാലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വീണ്ടും ഒരു ഏറ്റുമുട്ടൽ. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടാൻ അല്ലെങ്കിൽ ഏറ്റുമുട്ടിക്കോ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ്, കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് തുടങ്ങിയ യുദ്ധം അറിയാമല്ലോ, യുക്രൈന്റെ അവസ്ഥ ഇപ്പോഴത്തെ. കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഇസ്രയേലിനെ അവസാനം കാലുവാരി പോയ ട്രംപിനെ അറിയാലോ. ഇവനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് തുടങ്ങിയാൽ ഇവന്റെ അവസ്ഥ എങ്ങനെയാകുമെന്ന് അവൻ അനുഭവിച്ചേ മനസ്സിലാകത്തുള്ളൂ. ആര് കൂടെ ഉണ്ടെങ്കിലും നമ്മളെ പാകിസ്ഥാൻ കയറി അടിച്ചാൽ, അത് പാകിസ്ഥാൻ അല്ല ആരടിച്ചാലും അതിന് ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്ന് തന്നെ നമ്മുടെ കരസേനാ മേധാവി പറയുന്നതിന് മുമ്പേ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, രാജ്നാഥ് സിംഗ് പറഞ്ഞു കഴിഞ്ഞു, അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞു, വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞു കഴിഞ്ഞു, അജിത് ഡോവൽ പറഞ്ഞു കഴിഞ്ഞു. ആരുണ്ടായാലും തിരിച്ചടിക്കും, ആരും വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോരാടിയിട്ടുള്ളത്, ഇനിയും അതിന് കരുത്തുണ്ട്, അതിന് സജ്ജമാക്കിയിരിക്കുന്നു. വമ്പൻ സൈനിക നീക്കം ഒരുപക്ഷെ ഇന്ത്യ നടത്തിയിരിക്കുന്നു. അതിന്റെ വാർത്ത ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായിട്ട് വരുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. ഈ ഒരുക്കങ്ങൾ ചർച്ചയായിട്ടുണ്ട്. രഹസ്യാന്വേഷണ റിപ്പോർട്ട് ചർച്ചയായിട്ടുണ്ട്. ബംഗ്ലാദേശിനെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ പല രീതിയിൽ നേരത്തെ നമ്മുടെ മരിച്ചുപോയ മൊത്തത്തിലുള്ള സൈനിക മേധാവി പറഞ്ഞല്ലോ, നമ്മൾ എപ്പോഴും യുദ്ധം ചെയ്യാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ വെച്ചോണം 2.5, അതായത് 2.5 ഫ്രണ്ട്സ് ഉണ്ടാകും നമുക്കെതിരെ. അവരെ ഫ്രണ്ട്സ് എന്നാ വിളിച്ചത്. അതായത് രണ്ട് രാജ്യങ്ങൾ പിന്നെ ഒരു അര എന്ന്. രണ്ട് രാജ്യങ്ങൾ ഏതാണ്? ഒന്നുകിൽ ചൈന പാകിസ്ഥാൻ, അല്ലെങ്കിൽ ചൈന ബംഗ്ലാദേശ്. പിന്നെ അര ഏതാണെന്നറിയാമോ? നമ്മുടെ പപ്പുവിന്റെ കൂട്ടുള്ള ഐറ്റം, നമ്മുടെ ആഭ്യന്തര സാധനം. നമ്മുടെ രാജ്യത്ത് നിന്ന് നമുക്കിടെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ആൾക്കാരെ അറിയാമല്ലോ. അത് പപ്പുവിന്റെ കൂട്ടുള്ള നെയ്റ്റീവ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ്. അതേസമയം അതേപോലെയുള്ള രാജ്യത്തിനകത്ത് നിന്ന് ആഭ്യന്തര ശത്രുക്കൾ, ഇവരെ 3 പേരെ നമുക്ക് പരാജയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരുക്കം അകത്തും ഒരുപക്ഷെ തിരിച്ചടിക്ക് വേണ്ടിയുള്ള ഒരുക്കം നമ്മൾ ഈ പറയുന്ന ബോർഡറിലും നമ്മുടെ നാവികസേനയിലും കരസേനയിലും മറ്റും എല്ലാം നടത്തുന്നു. എല്ലാ ഇതിലും സജ്ജമാണ്. ബ്രഹ്മോസ് കൂടുതൽ വാങ്ങിക്കൂട്ടുന്നു നാവികസേന. കാരണം ബാക്കിയുള്ള വ്യോമസേനയുടെയും കരസേനയുടെയും എല്ലാം ഈ തൊടുത്തു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിറച്ചു വെച്ചിരിക്കുന്നു. ഇപ്പം കരസേന യുദ്ധത്തിന് സജ്ജമായിട്ട് അന്നേരം തയ്യാറെടുപ്പ് നടത്തുന്ന പോലെയല്ല, നിറച്ചു വെച്ചിരിക്കുന്നു. കുറവുള്ളത് ഒരുപക്ഷെ ബ്രഹ്മോസിന്റെ കുറവ് കുറച്ചുകൂടി വേണമെന്ന് വിചാരിച്ചിരുന്ന ഈ പറയുന്ന നാവികസേന ബ്രഹ്മോസ് കൂടുതൽ മേടിക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുണ്ട്. എല്ലാ രീതിയിലുമുള്ള ഒരുക്കങ്ങൾ. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. വമ്പൻ സൈനിക നീക്കം, അതായത് ഉടനെ തന്നെ ഒരു യുദ്ധം. ആ യുദ്ധത്തിന് തയ്യാറെടുത്തുകൊള്ളാൻ, നാളെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ തയ്യാറെടുത്തുകൊള്ളാൻ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രസ്താവന തന്നെയാണ് കരസേനയുടെ മേധാവിയുടെ ഭാഗത്തുണ്ടായത്. അതായത് എല്ലാം ഒരുങ്ങി തയ്യാറായി ഇന്ത്യ നിൽക്കുന്നു. ഏത് സമയം യുദ്ധം, അത് സിന്ദൂർ 2 ഉണ്ടാകും എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.